ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫിഖുൽ ഇസ്ലാമിലെ അദ്ദറസ് അവ്വൽ മുതൽ അദ്ദറസ് റാബിയ വരെ ഒന്നാമത്തെ പാഠം മുതൽ 4ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യപേപ്പറാണ്. നമ്മൾ മുമ്പിട്ട ചോദ്യപേപ്പറുകളൊക്കെ ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ചോദ്യം നോക്കി ആൻസർ പറഞ്ഞ് പഠിക്കാനൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എത്തിക്കുക. നിങ്ങളെ മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ ലഭിക്കാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മൊബൈലിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ മുമ്പത്തെ ചോദ്യത്തിലൊക്കെ പാഠം തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദ്യപേപ്പർ മാത്രമാണ് നോക്കുന്നത്. എന്താണ് ഇവിടെ? ഒന്നാമത്തത് കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഒരു സോ എത്രയാണ്? ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു സോ 4 മുദ്ദ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാലോ 3,200 മില്ലി-ലിറ്ററാണ് 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലാക്കുക. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി-ലിറ്റർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ചോദ്യം വന്നാൽ മനസ്സിലാക്കണം. അടുത്തത് പെരുന്നാൾ നിസ്കാരം കഴിയും വരെ ഫിത്ർ സക്കാത്ത് പിന്തിക്കൽ. പെരുന്നാൾ നിസ്കാരം കഴിയും വരെ ഫിത്ർ സക്കാത്ത് പിന്തിക്കൽ കറാഹത്താണ്. അടുത്തത് സക്കാത്തിൻ്റെ അവകാശികൾ എത്ര? സക്കാത്തിൻ്റെ അവകാശികൾ 8 സക്കാത്തിൻ്റെ അവകാശികൾ 8. അടുത്തത് 20 മിസ്കാൽ എത്രയാണ്? 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണത്തിൻ്റെ നിസാബാണ്. 85 ഗ്രാം. 200 ദിർഹം എന്ന് പറഞ്ഞാലാണ് വെള്ളിയുടെ നിസാബ്. 595 ഗ്രാം വെള്ളിയുടെ നിസാബ് 595 ഗ്രാം. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? മരിച്ചവരുടെ മേലിൽ ഓതണം. എന്താണ്? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അലാ മൗത്താക്കും. മരിച്ചവരുടെ മേലിൽ സൂറത്ത് യാസീൻ ഓതുക. അപ്പോൾ നമുക്കവിടെ യാസീൻ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് മയ്യിത്ത് നിസ്കാരത്തിന് എത്ര തക്ബീറുകളാണ് ഉള്ളത്? തക്ബീറുകളുടെ എണ്ണം. മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകൾ ഉണ്ട്? എത്രയാണ്? 4 തക്ബീറുകളാണ്. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു. മയ്യിത്ത് നിസ്കാരത്തിലെ ദുആ 4ാം തക്ബീറിൽ ചൊല്ലുന്ന ദുആ എന്താണ്? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അപ്പോൾ ആ ദുആ നന്നായി പഠിക്കുക. ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അതിൻ്റെ മേലെയുള്ള 3ാം തക്ബീറിലുള്ള ദുആവും അതും പഠിക്കുക. അതിലൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഇഖ്റ സൂറത്ത് ഡാഷ് അലാ മൗത്താക്കും. ഇഖ്റ സൂറത്ത് യാസീന് അലാ മൗത്താക്കും. മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണമെന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഖ്റ സൂറത്ത് അലാ മൗത്താക്കും ആരുടെ ഹദീസിലാണ് ഉദ്ധരിച്ചത്? ഇമാം അബൂ ദാവൂദ്. മനസ്സിലാക്കാം. സക്കാത്ത് നൽകുന്നവർ ഡാഷ് സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. ഇത് അടുത്തത് കച്ചവടത്തിൻ്റെ നിസാബ് ഡാഷ് നിസാബാണ്. കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉള്ള കച്ചവട സാധനങ്ങളുണ്ടെങ്കിൽ വിലയുടെ 2.5% സക്കാത്ത് നൽകണം. മനസ്സിലാക്കുക. അടുത്തത് ഒരു മുദ്ദ് ഡാഷ് മില്ലി-ലിറ്ററാണ്. 800 മില്ലി-ലിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് ഇനി മാച്ച് ചെയ്യാനാണ്. മാച്ച് ചെയ്യാൻ ഇവിടെ വന്നത് ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. ഓപ്ഷൻ ഡി നമുക്കവിടെ എഴുതാം. ഒരു സോ 4 മുദ്ദ്. ഓപ്ഷൻ ഡി. അടുത്തത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി-ലിറ്റർ. അപ്പോൾ അതിൻ്റെ എ എന്ന ഓപ്ഷൻ നമുക്കവിടെ എഴുതാം. അടുത്തത് ഒരു കീറാത്താണ്. ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം പ്രതിഫലം. ഉഹുദ് മലയോളം പ്രതിഫലമാണ് ഒരു കീറാത്ത്. 2 കീറാത്ത് എന്ന് പറഞ്ഞാൽ 2 ഉഹുദ് മലയോളം പ്രതിഫലം. ഓപ്ഷൻ എഫ്. അപ്പോൾ അതിൻ്റെ ലെറ്റർ നമുക്ക് അവിടെ എഴുതാം. അടുത്തത് അല്ലാഹുമ്മ ആമിൻ ഡാഷ് മിൻകുല്ലി ഫസൽ. അപ്പോൾ അതിൻ്റെ ബി എന്ന ഓപ്ഷൻ നമുക്കവിടെ എഴുതി കൊടുക്കാം.
അടുത്തത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അതിൻ്റെ ഇ എന്ന ലെറ്റർ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? വെള്ളിയുടെ നിസാബ്. വെള്ളിയുടെ നിസാബ് 595 ഗ്രാം. അപ്പോൾ അതിൻ്റെ സി എന്ന ഓപ്ഷൻ നമുക്കവിടെ എഴുതാം. അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഫിത്ർ സക്കാത്ത് പെരുന്നാൾ പകല് കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ പകല് കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. സ്വർണം വെള്ളി എന്നിവയിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? സ്വർണം വെള്ളി എന്നിവയിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടതെന്ന് വെച്ചാൽ സ്വർണത്തിന് 85 ഗ്രാമും വെള്ളിക്ക് 595 ഗ്രാമും നിസാബെത്തിയാൽ അതിൻ്റെ 2.5%. സ്വർണം വെള്ളി എന്നിവയ്ക്ക് എത്രയാണ് സക്കാത്ത് നൽകേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. മനസ്സിലാക്കുക. 200 ദിർഹം എത്ര ഗ്രാമാണ്? 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാമാണ്. 595 ഗ്രാം. അടുത്ത ഹലാലായ ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ? ഹലാലായ ആഭരണത്തിന് സക്കാത്ത് ഇല്ല. മയ്യിത്തിനെ പുതപ്പിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാവണം? മയ്യിത്തിനെ പുതപ്പിക്കുന്ന വസ്ത്രം നേരിയതാവണം. മനസ്സിലാക്കുക. എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കും. എന്ത്? എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കുന്നത് മരണം. അപ്പോൾ മരണം എഴുതാം. അടുത്തത് എന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാൻ ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? പെരുന്നാളിൻ്റെ പകലിലും രാത്രിയിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. മനസ്സിലാക്കുക. അടുത്തത് സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം? സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? 8 അവകാശികളാണ് സക്കാത്തിനുള്ളത്. ഫക്കീർ, മിസ്കീന്, കടമുള്ളവർ, യാത്രക്കാരൻ, പൊതുവിശ്വാസി, മോചനപത്രമെഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അടുത്തത് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടിവെക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. ഇതൊക്കെയാണ് ഒരാൾ മരിച്ചാൽ ഉടനെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് മരണത്തെ കൊതിക്കാൻ പാടില്ല. പകരം എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി എന്നാണ് ദുആ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഏതൊക്കെ കാര്യങ്ങളാണ്? നോമ്പനുഷ്ഠിച്ചവൻ, ജനാസയെ അനുഗമിച്ചവൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ, രോഗിയെ സന്ദർശിച്ചവൻ. ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അടുത്തത് എന്താണ്? ഏതെല്ലാം സമ്പത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? ഏതെല്ലാം സമ്പത്തിനാണ്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നീ സമ്പത്തിലാണ് സക്കാത്ത് നൽകേണ്ടത്. അടുത്തത് എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാവുക എന്ന് വെച്ചാൽ ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. എന്തിനാണ് ഫിത്ർ സക്കാത്ത് ഫർലാക്കിയത്? എന്തിനാണ്? നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അടുത്തത് 3 തവണ മണ്ണ് വാരിയിടുമ്പോൾ എന്ത് ചൊല്ലണം? മയ്യിത്തിൻ്റെ മേലെ 3 തവണ മണ്ണ് വാരിയിടുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? മിൻഹ ഹലക്കിനാക്കും വഫീഹ നൊഴീദുക്കും വമിൻഹ നൊഹരിജുക്കും താറത്തൻ ഉഹ്റ. മിൻഹ ഹലക്കിനാക്കും വഫീഹ നൊഴീദുക്കും വമിൻഹ നൊഹരിജുക്കും താറത്തൻ ഉഹ്റ. അടുത്ത കുറിപ്പ് എഴുതാനാണ്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം.
മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചിട്ട് കുറിപ്പ് 5 വരിയിൽ കുറയാതെ എഴുതാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം, സക്കാത്തിനെ കുറിച്ചിട്ട്, ഹജ്ജ്, തവാഫ്, ഉംറ, നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും മനസ്സിലാക്കി അങ്ങനത്തെ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ മയ്യിത്ത് നിസ്കാരം എന്താണ്? 4 തക്ബീറുകളാണ്. മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ 1 മുതൽ 4 വരെയുള്ള പാഠഭാഗത്തു നിന്ന് ഉണ്ടാക്കിയ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. പഠിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.